അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ഡിറ്റർമിനൻസിൽ ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് മൈനർ, അഡ്ജോയിന്റ്, കോഫാക്ടർ. ഓക്കെ, അപ്പൊ മൈനർ എന്താണ്, അഡ്ജോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കുക, കോഫാക്ടർ എങ്ങനെയാണ് നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ മൈനർ എടുക്കുകയാണെങ്കിൽ ഒരു 2x2 മെട്രിക്സിന് നമ്മൾ മൈനർ കണ്ടുപിടിക്കാറില്ല. 3x3 മെട്രിക്സിന്റെയാണ് നമ്മൾ മൈനർ കണ്ടുപിടിക്കുക. അതായത് ഇപ്പൊ നമ്മളൊരു മെട്രിക്സ് എഴുതാണ്. ഫോർ എക്സാമ്പിൾ 1 2 3 4 7 5 9 8 4. ഓക്കെ, ഇതൊരു ഡിറ്റർമിനന്റ് ആണ് അല്ലെ. ഈ ഒരു ഡിറ്റർമിനന്റിന്റെ നമ്മൾ മെട്രിക്സ്, ഈ ഒരു ഡിറ്റർമിനന്റിന്റെ മൈനർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, സോറി, ഇതൊരു മെട്രിക്സ് ആണ്. മെട്രിക്സിന്റെ മൈനർ ആണ് നമ്മൾ കണ്ടുപിടിക്കുക. മെട്രിക്സിന്റെ മൈനർ എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡിറ്റർമിനന്റ് എടുക്കില്ലേ, അതായത് ആദ്യത്തെ എലമെന്റ് നമ്മൾ പുറത്തെടുക്കും, എന്നിട്ട് ആ കോളം ആൻഡ് ആ റോ അല്ലാതെയുള്ള ബാക്കിയുള്ള എലമെന്റുകൾ എഴുതില്ലേ, അതെങ്ങനെ എഴുതും. അപ്പൊ 1 ഞാൻ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഡിറ്റർമിനന്റിനകത്ത് ആ കോളം ആൻഡ് ആ റോ അല്ലാതെ വരുന്ന എലമെന്റുകൾ ഏതൊക്കെയായിരിക്കും? 7 5 8 4. ശരിയല്ലേ? 7 5 8 4. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാ, ഒരു 3x3 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. ഇനി അടുത്ത് നമ്മൾ ഓരോരോ 2 പുറത്തെടുക്കും, അങ്ങനെ ഓരോന്നോരോന്ന് ചെയ്യും. ഇതിൽ നമ്മൾ മൈനറിൽ എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുറത്തെടുക്കുന്ന ഈ ഒരു വാല്യൂ ഉണ്ടല്ലോ, ഇത് നമ്മളിവിടെ എഴുതണ്ട. ജസ്റ്റ് അതിനകത്ത് നമ്മൾ ഏതാണോ ആ കോളം ആൻഡ് ആ റോ ഒഴിച്ചിട്ട് നമ്മൾ എഴുതുന്ന വാല്യൂസിന്റെ മാത്രം ക്രോസ് ചെയ്ത് മൈനസ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ മൈനർ എന്ത് വരും? 7 into 4 എത്രയാണ്? 28 മൈനസ് 8 5s are 40 അല്ലെ. 28 മൈനസ് 40 ഒരു വാല്യൂ കിട്ടുന്നതായിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത് ആദ്യത്തെ, അതായത് A11ന്റെ മൈനർ എന്ന് പറയുന്നത്. ആദ്യത്തെ എലമെന്റിന്റെ മൈനർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വാല്യൂ എടുത്ത് പുറത്തേക്ക് എഴുതരുത്. ജസ്റ്റ് ആ ബാക്കിയുള്ള എലമെന്റുകൾ നമ്മൾ ക്രോസ് ചെയ്ത് മൈനസ് ചെയ്ത് കിട്ടുന്ന ആൻസർ ആയിരിക്കും ആ ഒരു ഫസ്റ്റ് വണ്ണിന്റെ മൈനർ വാല്യൂ എന്ന് പറയുന്നത്. അതിന് ഓരോന്നിന്റെയും മൈനർ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഒരു 3x3 മെട്രിക്സിന്റെ മൈനർ കണ്ടുപിടിക്കുക. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ. മനസ്സിലായില്ലേ? ഇനി അടുത്ത് നമുക്ക് എന്താ ഉള്ളത്? അഡ്ജോയിന്റ് ആണ്. ശരിയല്ലേ? ഒരു മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ അതിന്റെ അഡ്ജോയിന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഒരു 2x2 ഒരു മെട്രിക്സ് ആണെന്ന് വിചാരിക്കുക. സപ്പോസ് 1 2 3 4. ഓക്കെ, 3 4 ഇത് ഒരു മെട്രിക്സ് ആണ്. ഇതിന്റെ അഡ്ജോയിന്റ് അല്ലെങ്കിൽ അഡ്ജ് എ കണ്ടുപിടിക്കാൻ ചോദ്യം വരും. അഡ്ജോയിന്റ് അല്ലെങ്കിൽ അഡ്ജ് എ, ഫൈൻഡ് ദ അഡ്ജ് എ ഓഫ് ദ ഗിവൺ മെട്രിക്സ് ആയിരിക്കും. ഒരു 2x2 മെട്രിക്സിന്റെ അഡ്ജോയിന്റ് ആണ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഡയഗണൽ എലമെന്റ്സിനെ തിരിച്ചെഴുതുക. ഓക്കെ, ഓഫ് ഡയഗണൽ എലമെന്റ്സിന്റെ സൈൻ മാറ്റിയിട്ട് എഴുതുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതാണ് നമ്മുടെ ഡയഗണൽ എലമെന്റ്സ്? ഇതെല്ലാം ഡയഗണൽ എലമെന്റ്സ്. ഡയഗണൽ എലമെന്റ്സ് ഇന്റർചേഞ്ച് ചെയ്യുക. അതായത് 2നെ ഇങ്ങോട്ടും 3നെ ഇങ്ങോട്ടും കൊണ്ടുപോകുക. ഓക്കെ, ഓഫ് ഡയഗണൽ ആയിട്ടുള്ള എലമെന്റുകൾ ഇതാണ് ഓഫ് ഡയഗണൽ അല്ലെ. ഓഫ് ഡയഗണൽ എലമെന്റുകളുടെ സൈൻ ചേഞ്ച് ചെയ്ത് എഴുതുക. 1 എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? -1 ആയിട്ട് മാറും. 4 എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? -4 ആയിട്ട് മാറും. ഇതാണ് ഒരു 2x2 മെട്രിക്സിന്റെ കേസിലുള്ള അഡ്ജ് എന്ന് പറയുന്നത്. 2x2 മെട്രിക്സിന്റെ കേസിൽ അഡ്ജ് എങ്ങനെ ചെയ്യാം? ഡയഗണൽ എലമെന്റ്സിനെ ഇന്റർചേഞ്ച് ചെയ്ത് എഴുതുക. ഓഫ് ഡയഗണൽ എലമെന്റ്സിന്റെ സൈൻ നമ്മൾ മാറ്റി എഴുതുക. പ്ലസ് ആണെങ്കിൽ മൈനസ് ആക്കാം, മൈനസ് ആണെങ്കിൽ പ്ലസ് ആക്കാം. ഇതാണ് ഒരു 2x2 മെട്രിക്സിന്റെ അഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു 3x3 മെട്രിക്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു 3x3 മെട്രിക്സിന്റെ അഡ്ജ് എന്ന് പറയുന്നത് കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ആണ് ഒരു 3x3 മെട്രിക്സിന്റെ അഡ്ജ്. ഓക്കെ, ഒരു 3x3 മെട്രിക്സിന്റെ അഡ്ജ് എന്ന് പറയുന്നത് കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് കോഫാക്ടർ മെട്രിക്സ് എന്ന് അറിയണം. ശരിയല്ലേ? അപ്പൊ ഒരു 3x3 മെട്രിക്സിന്റെ കോഫാക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കോഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ആദ്യം ഒരു മെട്രിക്സിന്റെ മൈനർ കണ്ടുപിടിക്കാം. മൈനർ കണ്ടുപിടിച്ചിട്ട് കിട്ടുന്ന വാല്യൂ, ഫോർ എക്സാമ്പിൾ മൈനർ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ M വെച്ചിട്ടാണ്. ശരിയല്ലേ? ക്യാപിറ്റൽ ലെറ്റർ M വെച്ചിട്ടാണ്. അതായത് നമ്മളൊരു മെട്രിക്സ് നമ്മൾ എഴുതാണ് 1 2 3 4 5 6 7 8 9. ഇതൊരു മെട്രിക്സ് ആണ്. ഇതിലെ ആദ്യത്തെ എലമെന്റ് ആയിട്ടുള്ള 1ന്റെ മൈനർ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? M11 എന്ന് റെപ്രസെന്റ് ചെയ്യും. ശരിയല്ലേ? നമുക്ക് മെട്രിക്സ് എന്ന ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഓരോ എലമെന്റും A11 A12 എന്നൊക്കെ പഠിച്ചതല്ലേ. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ എലമെന്റ് ആയിട്ടുള്ള 1നെ നമ്മൾ അതിന്റെ മൈനർ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? M11 എന്ന് റെപ്രസെന്റ് ചെയ്യും. ഫസ്റ്റ് കോളം ഫസ്റ്റ് റോ. ശരിയല്ലേ? അപ്പൊ നമ്മൾ ഈ 2ന്റെ മൈനർ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? M12 എന്ന് റെപ്രസെന്റ് ചെയ്യും. ആദ്യത്തെ കോളം ആദ്യത്തെ റോ രണ്ടാമത്തെ കോളം. ശരിയല്ലേ? ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഒരു കോഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് മൈനർ ആണ്. ഓരോ എലമെന്റിന്റെയും ആ മെട്രിക്സിനകത്തുള്ള ഓരോ എലമെന്റിന്റെയും മൈനർ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പൊ കിട്ടുന്ന മൈനർ വാല്യൂ നമ്മൾ M11 M12 അങ്ങനെ റെപ്രസെന്റ് ചെയ്യും അല്ലെ. M11 M12 എന്നൊക്കെ പറഞ്ഞ് എക്സെട്ര റെപ്രസെന്റ് ചെയ്യും. ഇത് നമുക്ക് ജനറലി നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം?
എം സഫിക്സിലെ എം എൻ എന്ന് റെപ്രസെന്റ് ചെയ്യാം. ശരിയല്ലേ? അതായത് നമ്മുടെ റോയിൽ നമ്മൾ എം എന്നും കോളത്തിനെ എൻ എന്നും റെപ്രസെന്റ് ചെയ്യും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ജനറലി ഒരു മൈനർ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? എം ക്യാപിറ്റൽ ലെറ്റർ എം സഫിക്സിലെ സ്മോൾ ലെറ്റർ എം എൻ എന്ന് റെപ്രസെന്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ കോഫാക്ടർ കണ്ടുപിടിക്കാം? കോഫാക്ടർ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ എ വെച്ചിട്ടാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോഫാക്ടർ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? കോഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കാം? കോഫാക്ടർ ഇസ് ഈക്വൽ ടു -1 raised to m plus n into mmn. അതായത് ഇതെന്താണ്? മൈനർ ആണ്. ശരിയല്ലേ? ആ മൈനർ വാല്യൂവിന്റെ കൂടെ -1 raised to m plus n, അതായത് ഇവിടെയുള്ള എമ്മും എന്നും കൂടെ കൂട്ടിയിട്ട് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓരോ എലമെന്റിന്റെയും കോഫാക്ടർ കിട്ടും. ശരിയല്ലേ? ആ ഓരോ എലമെന്റിന്റെയും കോഫാക്ടർ നമ്മളൊരു മെട്രിക്സ് ആക്കിയിട്ട് എഴുതി. 1 2 3 എന്ന് പറഞ്ഞ ഓരോ എലമെന്റുകൾ കിട്ടി. ഇതിനെ നമ്മൾ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അഡ്ജ് കിട്ടും. അതായത് നമ്മൾ കോഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിച്ചിട്ട് അതിന്റെ ട്രാൻസ്പോസ് നമ്മൾ കണ്ടുപിടിക്കുക, നമുക്ക് 3x3 മെട്രിക്സിന്റെ അഡ്ജ് കിട്ടും. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് എങ്ങനെ മൈനർ കണ്ടുപിടിക്കാം, ഒരു 3x3 എങ്ങനെ മൈനർ കണ്ടുപിടിക്കാം, ആ മൈനർ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ കോഫാക്ടർ കണ്ടുപിടിക്കാം, ആ കോഫാക്ടറിന്റെ ട്രാൻസ്പോസ് എങ്ങനെ കണ്ടുപിടിക്കാം, ആ ട്രാൻസ്പോസ് കണ്ടുപിടിച്ച് നമുക്ക് എന്ത് കിട്ടും? അഡ്ജ് കിട്ടും. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്ത് നമുക്ക് മനസ്സിലാവും. ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. Find the adjoint of each of the matrices in exercises 1 and 2. രണ്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. രണ്ട് ക്വസ്റ്റ്യനിൽ അഡ്ജോയിന്റ് കണ്ടുപിടിക്കണം. ഫൈൻഡ് ദി അഡ്ജോയിന്റ് എന്നതാണ് ചോദ്യം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. മെട്രിക്സ് 1 2 3 4. ഇത് ഒരു 2x2 മെട്രിക്സ് ആണ്. ഈ ഒരു 2x2 മെട്രിക്സിന് എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? അഡ്ജോയിന്റ് അല്ലെങ്കിൽ അഡ്ജ് എ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അഡ്ജ് കണ്ടുപിടിക്കണം അല്ലെ? ഞാൻ പറഞ്ഞിരുന്നു ഒരു 2x2 മെട്രിക്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അഡ്ജ് കണ്ടുപിടിക്കുക? ഡയഗണൽ എലമെന്റ്സിനെ ഇന്റർചേഞ്ച് ചെയ്ത് എഴുതും. ഓഫ് ഡയഗണൽ എലമെന്റ്സിന്റെ സൈൻ നമ്മൾ ചേഞ്ച് ചെയ്ത് എഴുതും അല്ലെ? അഡ്ജോയിന്റ് ഓഫ് എ അല്ലെങ്കിൽ അഡ്ജ് എ ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ഡയഗണൽ എലമെന്റ്സിനെ ഇന്റർചേഞ്ച് ചെയ്ത് നമുക്ക് എന്ത് വരും? 4 1 എന്ന് വരും. ഓഫ് ഡയഗണൽ എലമെന്റ്സിന്റെ സൈൻ നമ്മൾ ചേഞ്ച് ചെയ്ത് നമുക്ക് എന്ത് വരും? -2 -3 എന്ന് വരും. കാരണം ഇവിടെ എന്താണ്? +2 +3 അല്ലേ? സൈൻ ചേഞ്ച് ചെയ്ത് നമുക്ക് വരും -2 -3 എന്ന് വരും. അപ്പൊ ഇങ്ങനെയാണ് ഒരു 2x2 മെട്രിക്സിന്റെ അഡ്ജ് കണ്ടുപിടിക്കുക. മനസ്സിലായിട്ടുണ്ടാവല്ലോ? ഡയഗണൽ എലമെന്റ്സ് ചേഞ്ച് ചെയ്ത് ഇന്റർചേഞ്ച് ചെയ്ത് ഓഫ് ഡയഗണൽ എലമെന്റ്സിന്റെ സൈൻ ചേഞ്ച് ചെയ്തിട്ട് എഴുതി. ഇതോടുകൂടി 2x2 മെട്രിക്സിന്റെ കഴിഞ്ഞു. ഓക്കെ. അടുത്ത നമ്മൾ അഡ്ജോയിന്റ് കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു 3x3 മെട്രിക്സിന്റെയാണ് അല്ലെ? 3x3 മെട്രിക്സ് ഞാൻ ബോർഡിൽ എഴുതാം. മെട്രിക്സ് 1 -1 2 2 3 5 -2 0 1. ഇതാണ് നമ്മുടെ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇതിന്റെ എന്ത് കണ്ടുപിടിക്കണം? അഡ്ജോയിന്റ് കണ്ടുപിടിക്കണം. ശരിയല്ലേ? ഇതിന്റെ അഡ്ജോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? കോഫാക്ടർ കണ്ടുപിടിക്കണം. കോഫാക്ടറിന്റെ ട്രാൻസ്പോസ് അല്ലേ അഡ്ജ് എന്ന് പറയുന്നത്? ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കോഫാക്ടർ ആണ്. എങ്ങനെയാണ് കോഫാക്ടർ കണ്ടുപിടിക്കുക? ഓരോ എലമെന്റിന്റെയും കോഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കുക? കോഫാക്ടറിന് ഒരു ജനറൽ ഇക്വേഷൻ ഉണ്ടല്ലോ. കോഫാക്ടർ ജനറൽ ഇക്വേഷൻ ഉണ്ടായിരുന്നു. AMN is equal to -1 raised to m plus n into mmn അല്ലെ? അതായത് ഓരോ എലമെന്റിന്റെയും കോഫാക്ടർ -1 raised to m plus n into ആ പർട്ടിക്കുലർ മൈനറിന്റെ വാല്യൂ. അങ്ങനെയാണ് നമ്മൾ കോഫാക്ടറിന്റെ ജനറൽ ഇക്വേഷൻ പറയുന്നത്. നമുക്ക് ആദ്യത്തെ എലമെന്റ് ആയിട്ടുള്ള 1 അല്ലേ? ആ 1ന്റെ നമുക്ക് കോഫാക്ടർ എലമെന്റ് കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ എലമെന്റ് 1 നമുക്ക് എത്രയാണ്? കോഫാക്ടർ 1 A11 അല്ലേ? ആദ്യത്തെ കോളം ആദ്യത്തെ റോ അതാണ് A11. A11 is equal to -1 raised to 1 plus 1. -1 raised to m plus n അല്ലേ? ഇവിടെ m 1 ആണ്, n 1 ആണ്. അപ്പൊ m plus n എത്രയാണ്? 1 plus 1 ആണ്. Into mn, അതായത് മൈനർ വാല്യൂ കണ്ടുപിടിക്കണം അല്ലെ? മൈനർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഡിറ്റർമിനന്റ് ആദ്യത്തെ കോളം മാറ്റി ആദ്യത്തെ റോയും മാറ്റി 3 5 0 1. ശരിയല്ലേ? 3 5 0 1. പുറത്തിലേക്ക് എലമെന്റുകൾ നമ്മൾ എടുക്കില്ല, ഉള്ളിലത്തെ എലമെന്റ് മാത്രം എടുത്തിട്ട് നമ്മൾ എഴുതി. വിച്ച് ഇസ് ഈക്വൽ നമുക്ക് എന്ത് വരും? -1 raised to 2 എന്ന് വരും. അതായത് -1 സ്ക്വയർ എന്ന് വരും. ശരിയല്ലേ? 1 plus 1 2 അല്ലേ? ഇൻറ്റു 3 ക്രോസ് ചെയ്ത് മൈനസ് ചെയ്യാം. 3 into 1 എത്രയാണ്? 3 ആണ്. മൈനസ് 0 into 5 0 ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു -1 സ്ക്വയർ എത്രയാണ്? -1 into -1 അല്ലേ? എത്രയാണ്?
എത്രയാണ്? +1 അല്ലേ? 1 into 3 minus 0 3 which is equal to നമുക്ക് എത്ര കിട്ടി? 3 എന്ന് കിട്ടി. മനസ്സിലായില്ലേ? ഇതാണ് നമ്മുടെ A11 എന്ന് പറയുന്നത്. ഇതിന്റെ കഴിഞ്ഞു. ഇനി അടുത്ത നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇതിന്റെ കണ്ടുപിടിക്കണം. അതായത് A12 കണ്ടുപിടിക്കണം. A12 is equal to -1 raised to 1 plus 2. ശരിയല്ലേ? 1 2 അല്ലേ? അപ്പൊ 1 plus 2 into M12. അതായത് ഈ ഒരു കോളം ഈ ഒരു റോ ഒഴിച്ചിട്ടുള്ള എലമെന്റുകൾ, ഈ ഒരു കോളം ഈ ഒരു റോ ഒഴിച്ചിട്ടുള്ള എലമെന്റുകൾ ബാക്കി എത്രയാണ്? 2 -2 5 1. ശരിയല്ലേ? 2 -2 5 1 which is equal to നമുക്ക് എന്ത് കിട്ടും? -1 raised to 1 plus 3 എത്രയാണ്? -1 the whole cube അല്ലേ? -1 the whole cube into ബ്രാക്കറ്റിനകത്ത് 2 into 1 ക്രോസ് ചെയ്ത് മൈനസ് ചെയ്യാം. 2 into 1 2 -5 into -2 -10. ശരിയല്ലേ? which is equal to -1 the whole cube എത്രയാണ്? -1 into -1 into -1 അല്ലേ? എത്രയാണ്? -1 into -1 +1 +1 into -1 എത്രയാണ്? -1. അതായത് ഏത് നമ്പർ റേസ് ടു ഈവൻ നമ്പർ ആണെങ്കിൽ ആ മൈനസ് പോകും. ഒരു മൈനസ് നമ്പറിന്റെ റേസ് ടു ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ 2 ഒരു ഈവൻ നമ്പർ അല്ലേ? അപ്പൊ എന്ത് പോയി? ഇവിടുത്തെ മൈനസ് പോയി, ഇവിടെ പ്ലസ് ആയി. പക്ഷെ ഇതിന്റെ റേസ് ടു ഓഡ് നമ്പർ ആണെങ്കിൽ ഈ മൈനസ് പോവില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും? മൈനസ് പോവാത്ത വാല്യൂ, അതായത് -1 into 2 -10 എത്രയാണ്? 2 + 10 അല്ലേ? 2 + 10 എത്രയാണ്? 12 അല്ലേ? -1 into 12 എത്രയാണ്? -12. അതായത് നമുക്ക് എന്ത് കിട്ടി? ഇപ്പോ A11 കിട്ടി, A12 കിട്ടി. ഞാൻ ഇവിടെ വാല്യൂസ് എഴുതിക്കാം. A11 നമുക്ക് കിട്ടിയത് 3 ആയിരുന്നു. A12 നമുക്ക് കിട്ടിയത് -12 ആയിരുന്നു. ഇനി നമുക്ക് അടുത്ത A13 കണ്ടുപിടിക്കണം. ശരിയല്ലേ? ഓക്കെ, A13 ഇതുപോലെ വേഗം കണ്ടുപിടിക്കാലോ. A13 is equal to -1 raised to 1 plus 3 into M13. M13 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഈ കോളമും ഈ റോയും അല്ലാതെ വരുന്ന എലമെന്റുകൾ. ഓക്കെ, ഈ കോളം ആൻഡ് ഈ റോ അല്ലാതെ വരുന്നത് 2 -2 3 0. ശരിയല്ലേ? 2 -2 3 0 which is equal to -1 raised to 1 plus 3 എത്രയാണ്? 4 into ബ്രാക്കറ്റിനകത്ത് 2 into 0 0 minus 3 into -2 -6 which is equal to ഞാൻ പറഞ്ഞിരുന്നു ഏതൊരു മൈനസ് വാല്യൂന്റെ റേസ് ടു വരുന്നത് ഈവൻ നമ്പർ ആണെങ്കിൽ ആ മൈനസ് പോവും. അങ്ങനെയാണെങ്കിൽ ഇവിടെ 4 ഈവൻ നമ്പർ അല്ലേ? അപ്പൊ എത്ര കിട്ടി? മൈനസ് പോയി. 1 into ബ്രാക്കറ്റിനകത്ത് 0 -6 എത്രയാണ്? 0 + 6 അല്ലേ? which is equal to 1 into 6 എത്രയാണ്? 6 ആണ്. അപ്പൊ നമ്മുടെ വാല്യൂ എത്രയാണ്? A13 is equal to 6 എന്ന് കിട്ടി. അടുത്ത നമ്മൾ കണ്ടുപിടിക്കേണ്ട ഏതായിരുന്നു? A13 കഴിഞ്ഞു. ഇനി അവസാനത്തെ നെക്സ്റ്റ് റോയിൽ ആദ്യത്തെ A21, കാരണം സെക്കൻഡ് റോയിലെ ആദ്യത്തെ കോളം അല്ലെ? സെക്കൻഡ് റോ ആദ്യത്തെ കോളം, അതാണ് A21. A21 is equal to -1 raised to 2 plus 1 into M21. M21 എന്ന് പറയുമ്പോൾ എന്ത് വരും? ഈ റോയും ഈ കോളമും അല്ലാതെയുള്ള എലമെന്റുകൾ ഏതൊക്കെയാണ്? ഈ റോയും ഈ കോളവും അല്ലാതെ വരുന്നത് -1 2 0 1. ശരിയല്ലേ? -1 2 0 1. ഓക്കെ, which is equal to -1 raised to 3 into ബ്രാക്കറ്റിനകത്ത് 1 into -1 -1 minus 0 into 2 0 which is equal to -1 the whole cube. അതായത് -1 raised to ഒരു ഓഡ് നമ്പർ ആണ്, അപ്പൊ മൈനസ് അതേപോലെ തന്നെ ഉണ്ടാവും. into -1 - 0 -1 which is equal to എത്ര കിട്ടി? 1 എന്ന് കിട്ടി. -1 into -1 എത്രയാണ്? 1 ആണ്. നമ്മുടെ വാല്യൂ ഏതിന്റെ ആയിരുന്നു? A21 ന്റെ ആയിരുന്നു. A21 എത്ര കിട്ടി? 1 എന്ന് കിട്ടി അല്ലെ? ഇനി അടുത്തത് A22 കണ്ടുപിടിക്കണം. അടുത്ത എലമെന്റ്, ആ സെക്കൻഡ് റോയില് അടുത്ത എലമെന്റ് ആയിട്ടുള്ള A22 ആണ് കണ്ടുപിടിക്കേണ്ടത്. A22 is equal to -1 raised to 2 plus 2 into അല്ലെ? നമ്മൾ ഇപ്പൊ കണ്ടുപിടിക്കുന്നത് ഇത് കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമുക്ക് ഇതാണ് കണ്ടുപിടിക്കാനുള്ളത്. ഇത് കണ്ടുപിടിക്കുമ്പോ ഈ കോളമും ഈ റോയും അല്ലാതെയുള്ള എലമെന്റുകൾ അല്ലെ? ഈ കോളമും ഈ റോയും അല്ലാതെയുള്ള എലമെന്റ് അപ്പൊ ഏതൊക്കെ വരും? 1 -2 2 1 എന്ന് വരും. 1 -2 2 1 എന്ന് വരും. which is equal to -1 raised to 2 plus 2 എത്രയാണ്? 4 അല്ലേ? into
ബ്രാക്കറ്റിനകത്ത് 1 into 1 1 minus 2 into minus 2 അല്ലെങ്കിൽ minus 2 into 2 minus 4 which is equal to any negative number raised to even number ആണെങ്കിൽ ആ നെഗറ്റീവ് പോകും. അപ്പൊ 1 into ബ്രാക്കറ്റിനകത്ത് 1 minus minus 4. അപ്പൊ എത്ര കിട്ടി? 1 plus 4 കിട്ടിയില്ലേ? 1 plus 4 എത്രയാണ്? 5 ആണ്. 1 into 5 5. അപ്പൊ നമുക്ക് A22ന്റെ വാല്യൂ, അതായത് ഈ A22ന്റെ വാല്യൂ എത്ര കിട്ടി? കോഫാക്ടർ എത്ര കിട്ടി? 5 എന്ന് കിട്ടി. A22 5 എന്ന് കിട്ടി. നമുക്ക് അടുത്ത കണ്ടുപിടിക്കണം, A23 കണ്ടുപിടിക്കണം. ശരിയല്ലേ? ആ സെക്കൻഡ് റോയിൽ അവസാനത്തെ എലമെന്റ് ആയിട്ടുള്ള A23 കണ്ടുപിടിക്കണം. A23 is equal to minus 1 raised to 2 plus 3. കാരണം ഈ 2 plus 3 അല്ലേ? 2 plus 3 into ഓക്കെ, ഈ കോളം ഈ റോ അല്ലാതെ വരുന്ന എലമെന്റ്, ഈ റോയും ഈ കോളമും അല്ലാതെ വരുന്നത് ഏതൊക്കെയാണ്? 1 minus 1 2 0 അല്ലെ? 1 minus 1 minus 2 0, sorry, 1 minus 1 minus 2 0 ആണ്. minus 2 0 which is equal to minus 1 raised to 2 plus 3 എത്രയാണ്? 5 അല്ലേ? into ബ്രാക്കറ്റിനകത്ത് 1 into 0 0 minus 2 into minus 1 എത്രയാണ്? plus 2 അല്ലേ? plus 2 which is equal to any negative number raised to odd number എത്രയാണ്? ആ നെഗറ്റീവ് നമ്പർ തന്നെയായിരിക്കും, minus 1 തന്നെയാണ്. into ബ്രാക്കറ്റിനകത്ത് എന്ത് വരും? 0 minus 2 എത്രയാണ്? 0 minus 2 minus 2 which is equal to minus 1 into minus 2. minus കൂടെ പ്ലസ് ആയില്ലേ? അപ്പൊ plus 2 എന്നായി, just 2 എന്നായി അല്ലെ? അപ്പൊ A23 ന്റെ വാല്യൂ എത്ര കിട്ടി? 2 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഏതായിരുന്നു? A31 ആണ് അല്ലെ? നമ്മൾ 2 3 സെക്കൻഡ് റോയിലുള്ള എല്ലാ എലമെന്റുകളുടെയും കോഫാക്ടർ നമ്മൾ കണ്ടുപിടിച്ചു. നമുക്ക് അവസാനത്തെ റോയാണ്, തേർഡ് റോയാണ്. A31 തേർഡ് റോയും ആദ്യത്തെ കോളമും, മൂന്നാമത്തെ റോ ആദ്യത്തെ കോളം. അങ്ങനെയാണെങ്കിൽ ഇതിന് നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ? ഇതിനെ കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെ കണ്ടുപിടിക്കണം? which is equal to minus 1 raised to 3 plus 1 into determinant ഈ കോളം ഈ റോ അല്ലാതെ വരുന്ന എലമെന്റുകൾ. അങ്ങനെയാണെങ്കിൽ minus 1 3 2 5 എന്ന് വരും. ശരിയല്ലേ? minus 1 2 3 5 which is equal to minus 1 raised to 4 3 plus 1 4 അല്ലേ? into ബ്രാക്കറ്റിനകത്ത് 5 into minus 1 minus 5 minus 3 into 2 6 which is equal to minus number raised to even number ആണ്, 4 even number ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മൈനസ് പോയി 1 ആയി. into minus 5 minus 6 മൈനസും മൈനസും കൂടെ വന്നു കഴിഞ്ഞാൽ മൈനസ് ഇട്ടിട്ട് എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ മൈനസ് ഇട്ടിട്ട് പ്ലസ് ചെയ്യുമ്പോൾ 5 plus 6 എത്രയാണ്? 11 ആണ്. എത്ര കിട്ടി? 1 into minus 11 minus 11 എന്ന് കിട്ടി. ശരിയല്ലേ? അതായത് A31 ന്റെ വാല്യൂ എത്ര കിട്ടി? minus 11. A31 is equal to minus 11 അല്ലേ? ഇത് നമുക്കപ്പോ ഇത് കഴിഞ്ഞു. ഈ minus 2 അതായത് A31 നെ കഴിഞ്ഞു. ഇനി അടുത്ത എന്ത് കണ്ടുപിടിക്കണം? A32 നെ കണ്ടുപിടിക്കണം. മൂന്നാമത്തെ റോയും രണ്ടാമത്തെ കോളമും. ശരിയല്ലേ? A32 മൂന്നാമത്തെ റോ രണ്ടാമത്തെ കോളം which is equal to minus 1 raised to 3 plus 2 into determinant ഈ കോളമും ഈ റോയും അല്ലാതെ വരുന്ന എലമെന്റുകൾ ഏതൊക്കെയാണ്? ഈ കോളമും ഈ റോയും അല്ലാതെ വരുന്ന എലമെന്റുകൾ ഏതൊക്കെയാണ്? 1 2 2 5 1 2 2 5 ശരിയല്ലേ? 1 2 2 5 which is equal to minus 1 raised to 5 3 plus 2 5 അല്ലേ? into ബ്രാക്കറ്റിനകത്ത് 5 into 1 5 minus 2 into 2 4 which is equal to minus 1 raised to 5 5 എന്ത് നമ്പർ ആണ്? ഓഡ് നമ്പർ ആണ്. അപ്പൊ മൈനസ് അതേപോലെ തന്നെ ഉണ്ടാവും. minus 1 into 5 minus 4 1 which is equal to minus 1 into 1 minus 1. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? A32 ന്റെ വാല്യൂ എത്ര കിട്ടി? minus 1 എന്ന് കിട്ടി. A32 is equal to minus 1. നമുക്ക് അവസാനത്തെ എലമെന്റ് അല്ലെ? 3 3 ഒരു 3/3 മെട്രിക്സിന് ഏറ്റവും അവസാനത്തെ എലമെന്റ് ഏതാണ്? A33 അല്ലേ? നമ്മൾ ഇത് കണ്ടുപിടിച്ചു. ഈ കോളമും കഴിഞ്ഞു. ഇനി അവസാനം ഈ കോളം ആൻഡ് ഈ റോ ഈ എലമെന്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകണം. ശരിയല്ലേ? A33 is equal to minus 1 raised to 3 plus 3 into determinant ഈ റോ ഈ കോളം അല്ലാതെയുള്ള എലമെന്റുകൾ ഏതൊക്കെയാണ്? 1 2 minus 1 3 ഈ റോയും ഈ കോളമും അല്ലാതെയുള്ള എലമെന്റുകൾ. ശരിയല്ലേ? 1 2 minus 1 3 ഇങ്ങനെ കിട്ടി which is equal to
-1 raised to 3 plus 3 എത്രയാണ് 6 ആണ്. ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് 3 into 1 എത്രയാണ് 3 minus 2 into -1 -2 which is equal to -1 raised to 6 -1 raised to even number ആണ്. ശരിയല്ലേ? അപ്പൊ ഈവൻ നമ്പറിന്റെ raised to ഈവൻ നമ്പറിന്റെ മൈനസ് വരണം എന്ത് ചെയ്യണം മൈനസ് പോകും. ശരിയല്ലേ? അപ്പൊ -1 എന്തായി +1 ആയി. ഇൻറ്റു ബ്രാക്കറ്റിന്റെ അകത്ത് 3 minus -2 മൈനസ് മൈനസ് കൂടെ എന്താവും പ്ലസ് ആവും. അപ്പൊ 3 minus -2 3 plus 2 എത്രയാണ് 5 ആയി. 1 into 5 5. അപ്പൊ 3ന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി 5 എന്ന് കിട്ടി. അങ്ങനെ നമ്മൾ എല്ലാത്തിന്റെയും കോഫാക്ടർ കണ്ടുപിടിച്ചു വെച്ചു. ശരിയല്ലേ? ഇനി നമുക്ക് ഇതിനെ എന്താക്കി എഴുതാം ഒരു മെട്രിക്സ് ആക്കി എഴുതാം. ഇനി നമ്മളിതിനെ മെട്രിക്സ് ആക്കി എഴുതാം. അപ്പൊ കോഫാക്ടർ മെട്രിക്സ് നമുക്ക് എഴുതാൻ പോവാണ്. കോഫാക്ടർ മെട്രിക്സ് ഇസ് ഈക്വൽ ടു അതേപോലെ തന്നെ ഓർഡർ എഴുതാം. 3 minus 12 6 3 minus 12 6 1 5 2 1 5 2 minus 11 minus 1 5 minus 11 minus 5 sorry minus 11 minus 1 minus 11 minus 1 5. ഓക്കെ, ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് കോഫാക്ടർ മെട്രിക്സ് എന്ന് പറയുന്നത്. നമ്മൾക്ക് ഇനി ചോദ്യം എന്തായിരുന്നു അഡ്ജ് കണ്ടുപിടിക്കാനായിരുന്നില്ലേ അഡ്ജോയിന്റ് കണ്ടുപിടിക്കാനായിരുന്നു. അഡ്ജ് നമ്മൾ എന്ത് ചെയ്താൽ മതി കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ആണ് നമ്മുടെ അഡ്ജ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അഡ്ജ് നമുക്ക് എങ്ങനെ എഴുതാം കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എങ്ങനെ അറിയില്ലേ നമ്മൾ മെട്രിക്സ് പഠിച്ചതല്ലേ. എങ്ങനെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം കോളമും റോയും ഇന്റർചേഞ്ച് ചെയ്ത് എഴുതുക അല്ലെ. 3 1 -1 നമ്മൾ എങ്ങനെ എഴുതിയിരിക്കുന്നത് കോളമായിട്ടല്ലേ എഴുതിയിരിക്കുന്നത് താഴേക്കല്ലേ എഴുതിയിരിക്കുന്നത്. ഇത് നമ്മൾ എങ്ങനെ എഴുതാം നേർക്ക് എഴുതുക. അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരും 3 1 -1 എന്ന് വരും -11 എന്ന് വരും. അപ്പൊ അടുത്ത കോളം എടുക്കുകയാണെങ്കിൽ -12 5 -1 എന്ന് വരും. അടുത്ത എടുക്കുകയാണെങ്കിൽ 6 2 5 എന്ന് വരും. കോളമും റോസും ഇന്റർചേഞ്ച് ചെയ്ത് എഴുതുന്നതാണല്ലോ നമ്മുടെ ട്രാൻസ്പോസ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് കണ്ടുപിടിച്ചു. നമുക്ക് തന്നിരിക്കുന്ന 3x3 മെട്രിക്സിന്റെ അഡ്ജ് നമുക്ക് കണ്ടുപിടിച്ചു അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് തെറ്റിക്കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ 4 മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ ഫുൾ പോകും. അപ്പോൾ എല്ലാ സ്റ്റെപ്സും വളരെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വേണം ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ. ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കും.